നമുക്ക് ഇനിയൊന്ന് ഡൽഹി വരെ പോയി വരേണ്ടതുണ്ട്. അവിടെ അതിശൈത്യമാണ്, തണുത്ത് വിറക്കുകയാണ്. നമുക്ക് ഇത്ര തണുപ്പാണെങ്കിൽ ഡൽഹിയുടെ അവസ്ഥ അതെ 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 ശരി. അന്തരീക്ഷ മലിനീകരണം അവിടെ രൂക്ഷമാണ്. അപ്പോൾ അത് രൂക്ഷമായതോടെ ജനജീവിതം ഡൽഹിയിൽ ദുസ്സഹമായിരിക്കുന്നു. മലിനീകരണത്തിന് തോത് കുറയ്ക്കാൻ പുതിയ നടപടികളിലേക്ക് കടക്കുകയാണ് ഡൽഹി സർക്കാർ. വിവരങ്ങളുമായി ഡി ധനസുമോദാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. സുമോദ, ഗുഡ് മോർണിംഗ്. ഇവിടെ തണുത്ത് വിറച്ച് ഞങ്ങൾക്ക് ഒരു രക്ഷയുമില്ല. അപ്പോൾ നിങ്ങളുടെ കാര്യം ആലോചിക്കുകയാണ് ഞങ്ങൾ. പുറത്തൊക്കെ ഇതാ പുറകിൽ കാണുമ്പോൾ മൂടൽ മഞ്ഞൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ തണുപ്പ് മാത്രമല്ല ദിവ്യ, അവിടെ തണുപ്പ് മാത്രമല്ല, അവിടെ മലിനീകരണം, സ്മോഗ് കൂടി ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടാവും. സുമോദ ആകെ പുതച്ച് നിൽക്കുകയാണ്. സുമോദ വിവരങ്ങൾ പറ. നൗഫൽ, ദിവ്യ, ഇപ്പോൾ അന്തരീക്ഷം 8 ഡിഗ്രിയിലേക്കാണ് പലപ്പോഴും താഴ്ന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കടുത്ത ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് രാവിലെയൊക്കെ വാഹനം ഓടിക്കുന്നവർക്കാണ് ഈ ഫോഗ് കൂടി വന്നതോടെ വാഹനം ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ട് നേരിടുകയാണ്. കാര്യം കാഴ്ച പരിധി വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പാതയിൽ, ദേശീയപാതയിൽ അപകടങ്ങൾ നിരന്തരം പതിവാണ്. കാര്യം ഒരു വാഹനത്തിന് പിന്നാലെ മറ്റു വാഹനങ്ങൾ ഇങ്ങനെ തുടരെ ഇടിച്ചുള്ള അപകടങ്ങളാണ് കാണുന്നത്. ഇതുകൂടാതെ ഈ വ്യോമയാന ഗതാഗതത്തെയും ഇത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ട്രെയിനുകളെല്ലാം വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വ്യോമയാന യാത്രികർ, ആ ഒരു വിമാനയാത്രക്കാർ, അവർ കൃത്യമായി അവരുടെ അപ്ഡേറ്റുകൾ കൃത്യമായി വിമാന കമ്പനികളിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ നോക്കിയതിന് ശേഷം വിമാനത്താവളത്തിലേക്ക് എത്താവൂ എന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ഡൽഹി സർക്കാർ ഇപ്പോൾ പൂർണ്ണമായും ഈ മലിനീകരണം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് ആം ആദ്മി സർക്കാർ പറയുന്നത്. കാര്യം ആം ആദ്മി സർക്കാർ നേരത്തെ ഈ ഒറ്റ നമ്പർ, ഇരട്ട നമ്പർ എന്ന രീതിയിലെ പല തരത്തിലുള്ള ഒരു തണുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു മലിനീകരണം നിയന്ത്രിക്കാനുള്ള നടപടികളൊക്കെ എടുത്തിരുന്നു. പക്ഷേ ആ തരത്തിലുള്ള ഒരു നടപടികളും സംസ്ഥാന സർക്കാർ, പുതിയ BJP സർക്കാർ എടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ആം ആദ്മി സർക്കാർ കുറ്റപ്പെടുത്തുന്നത്. ഈ വിമർശനം ശക്തമായതോടെ ഇപ്പോൾ വ്യവസായശാലകളിലടക്കം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹി മലിനീകരണ നിയന്ത്രണ ബോർഡ്. അവർ ഇപ്പോൾ 2968 വ്യവസായശാലകളാണ് പ്രവർത്തിക്കുന്നതിൽ പരിശോധന നടത്തിയത്. അതിൽ തന്നെ 411 സ്ഥാപനങ്ങൾ അടച്ചിടണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഇപ്പോൾ പൂർണ്ണ അധികാരമാണ് കഴിഞ്ഞ ഡിസംബർ 13 മുതൽ നൽകിയിരിക്കുന്നത്. അതായത് മലിനീകരണം രൂക്ഷമാണ് എന്ന് കണ്ടാൽ അതൊരു നോട്ടീസ് കൊടുക്കാതെ തന്നെ അടച്ചുപൂട്ടാനുള്ള ഒരു അനുമതി നൽകിയിരിക്കുകയാണ്. പക്ഷേ നിയന്ത്രണങ്ങൾ ഇത്രത്തോളം കടുപ്പിക്കുകയാണ്. ഇതുപോലെ വാഹനങ്ങൾ ഡൽഹിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വിലക്കുണ്ട്. പക്ഷേ മലിനീകരണം ദിനം പ്രതി തന്നെ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് ഡൽഹിയിൽ നമ്മൾ അനുഭവപ്പെടുന്നത്.